നവീൻ ബാബുവിന്റെ മരണത്തിലെ CBI അന്വേഷണം തള്ളിയ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ കുടുംബം അപ്പീൽ നൽകുന്നു. കുടുംബത്തിന്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ചിലാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഭാര്യ K. മഞ്ജുഷയാണ് അപ്പീൽ ഫയൽ ചെയ്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ ഈ CBI അന്വേഷണം തള്ളിയപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ പരിശോധന ഉണ്ടാകും, അപ്പീൽ നൽകുമെന്ന് കുടുംബം വ്യക്തമാക്കിയിരുന്നതാണ്. ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നു കുടുംബം. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, വിശദാംശങ്ങൾ. നേരത്തെ ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ സിംഗിൾ ബെഞ്ചായിരുന്നു ഈ കേസ് പരിഗണിച്ചിരുന്നത്. അന്നായിരുന്നു CBI അന്വേഷണം തള്ളിക്കൊണ്ട് കോടതിയുടെ ഉത്തരവായത്. അതിനുശേഷം കുടുംബം അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോകും, ഡിവിഷൻ ബെഞ്ചിനെ ഇതുമായി ബന്ധപ്പെട്ട് അപ്പീലുമായി സമീപിക്കുമെന്ന് കുടുംബം നേരത്തെ തന്നെ പറഞ്ഞതും ഭാര്യ മഞ്ജുഷ നേരത്തെ മാധ്യമങ്ങളോട് അത്തരത്തിൽ പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും നവീൻ ബാബുവിന്റെ മരണത്തിലെ CBI അന്വേഷണത്തിൽ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ കുടുംബത്തിന്റെ അപ്പീൽ കോടതിയിൽ എത്തിയിരിക്കുകയാണ്. ഈ K. മഞ്ജുഷ അപ്പീൽ നൽകിയത് ഡിവിഷൻ ബെഞ്ചിലാണ്. നേരത്തെ തന്നെ ഈ CBIയുടെ അന്വേഷണം, അതായത് ആ സമയത്ത് തന്നെ സിംഗിൾ ബെഞ്ച് ഈ ഉത്തരവ് തള്ളുമ്പോൾ തന്നെയും അത് കണ്ണൂർ റേഞ്ച് DIGയുടെ മേൽനോട്ടത്തിലായിരിക്കണം SITയുടെ അന്വേഷണം എന്ന നിർദ്ദേശം വെക്കുകയും റേഞ്ച് DIGയുടെ അന്വേഷണ അനുമതിയോടെ കൂടി മാത്രമേ കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കാൻ പാടുള്ളൂ എന്നീ നിർദ്ദേശങ്ങളോട് തന്നെയായിരുന്നു CBI അന്വേഷിക്കണമെന്ന ആവശ്യം നേരത്തെ കോടതി തള്ളിയിരുന്നത്. പക്ഷെ അന്ന് തന്നെ അതിൽ തൃപ്തിയില്ല, അതായത് കോടതി വിധിയിൽ തൃപ്തിയില്ല. അതുകൊണ്ട് തന്നെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്ന് മഞ്ജുഷ നേരത്തെ അറിയിച്ചിരുന്നതാണ്. നമുക്കറിയാം, ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സിപിഎം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന PT ദിവ്യയാണ് ഈ നവീൻ ബാബുവിന്റെ ആത്മഹത്യാ പ്രേരണ കേസിലെ പ്രതി. ദിവ്യയെ ആ സമയത്ത് പാർട്ടി സംരക്ഷിക്കാൻ എടുത്ത നിലപാടും പോലീസിന്റെ നിലപാടും ഒക്കെ ചൂണ്ടിക്കാട്ടി തന്നെയാണ്, അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായ സംശയമാണ് കുടുംബം ഇത്തരത്തിൽ നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണ് എന്നൊരു ആശങ്കയിലേക്ക് എത്തുകയും അത് പോലീസ് അന്വേഷിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളൊരു നിഗമനത്തിൽ എത്തുകയും ചെയ്തത്. അതിനുശേഷമാണ് ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിംഗിൾ ബെഞ്ചിൽ ഹൈക്കോടതിയെ മഞ്ജുഷ സമീപിക്കുന്നത്. നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുന്നത് അങ്ങനെയാണ്. ആ കേസ്, ആ ഹർജി തള്ളിയതിനു ശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചായിരുന്നു ആ കേസ് എന്ന് പരിഗണിച്ചിരുന്നത്, ഹർജി എന്ന് പരിഗണിച്ചിരുന്നത്. അത് തള്ളിയ ശേഷം ഇപ്പോൾ വീണ്ടും ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുകയാണ് കുടുംബം. കുടുംബം ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നു. ഈ ഹർജി എന്ന് പരിഗണിക്കും, അത് സംബന്ധിച്ച് വ്യക്തതയുണ്ടോ? ആ കാര്യത്തിൽ വ്യക്തതയില്ല. ഹർജി സമർപ്പിച്ചിട്ടേ ഉള്ളൂ. അത് എന്തായാലും ഉടനെ തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നവീൻ ബാബുവിന്റെ കുടുംബം CBI അന്വേഷണ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ സിംഗിൾ ബെഞ്ച് ഇത് തള്ളിയപ്പോൾ തന്നെ അത്തരം നിലപാട് അവർ എടുത്തിരുന്നു. ഇതുവരെയുള്ള പോലീസിന്റെ അന്വേഷണം തൃപ്തികരമാണ്. അതേസമയം പ്രത്യേക അന്വേഷണ സംഘത്തിന് കുടുംബത്തെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകണം. കൃത്യമായി അന്വേഷണ വിവരങ്ങൾ കുടുംബവുമായി പങ്കുവയ്ക്കണം. അവസാന കുറ്റപത്രം നൽകുന്നതിന് മുമ്പ് അത് സംബന്ധിച്ച് കൃത്യമായ പോലീസ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുന്നു. കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം, ഇങ്ങനെ കൃത്യമായ നിരീക്ഷണമാണ് നേരത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം അംഗീകരിച്ചുകൊണ്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തീരുമാനമെടുത്തത്. ഇപ്പോൾ പക്ഷേ കുടുംബം അത് അംഗീകരിക്കുന്നില്ല. CBI തന്നെ അന്വേഷിക്കണമെന്ന ആവശ്യം കുടുംബം ഉന്നയിക്കുന്നു. അവർ ഡിവിഷൻ ബെഞ്ചിലേക്ക്. ജിമ്മുകളിലെ അനധികൃത മരുന്നുകൾ കണ്ടെത്തുന്നതിനും അവയുടെ ദുരുപയോഗം തടയുന്നതിനുമായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് സംസ്ഥാന വ്യാപകമായി പ്രത്യേക പരിശോധനകൾ നടത്തി. 50 ജിമ്മുകളിൽ നിന്നും 1.5 ലക്ഷത്തോളം രൂപയുടെ മരുന്നുകൾ പിടിച്ചെടുത്തു. ഉത്തേജക മരുന്നുകൾ അനധികൃതമായി ഉപഭോക്താക്കൾക്ക് നൽകുന്നതായി രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടന്നത്. നിയമം ലംഘിച്ച ജിമ്മുകൾക്കെതിരെ കേസെടുത്ത് കർശന നടപടികൾ സ്വീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും വ്യക്തമാക്കി. ജിമ്മുകൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ ശക്തമാക്കാൻ മന്ത്രി വീണ ജോർജ് നേരത്തെ നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ ജിംനേഷ്യങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധന തുടരും. അതിനാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം പല ജിമ്മുകളിലും സ്റ്റിറോയിഡുകൾ അടങ്ങിയ വസ്തുക്കൾ നൽകുന്നത് കണ്ടെത്തിയിരുന്നു. സ്റ്റിറോയിഡുകളുടെ ഉപയോഗം ജീവിതം തന്നെ തകർത്ത് കളയുമെന്ന് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ജിംനേഷ്യങ്ങളുടെ ഉടമകളും പ്രതികരിക്കുന്നു. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ ജിമ്മുകൾ കേന്ദ്രീകരിച്ച് ആരോഗ്യവകുപ്പിന്റെ പരിശോധന ഉണ്ടായിരുന്നു. ഡ്രഗ് കൺട്രോൾ ബോർഡാണ് ആ പരിശോധന നടത്തിയത്. നമ്മളിപ്പോൾ ഉള്ളത് ഒരു ജിമ്മിലാണ്, തിരുവനന്തപുരത്ത് ആനയറ ഹൈവ് എന്ന ജിംനേഷ്യം. അതിന്റെ നടത്തിപ്പുകാരനായ ദീപു നമുക്കൊപ്പം ചേരുന്നു. ട്രെയിനിങ്ങിന് വരുമ്പോൾ എങ്ങനെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്?
ട്രെയിനിങ് വരുമ്പോൾ നമുക്ക് അവരുടെ ബോഡി എങ്ങനെയാണ് അവരെ എയിം അതനുസരിച്ച് നമുക്ക് വർക്കൗട്ട് പ്ലാൻ ഡിസൈഡ് ചെയ്യും. അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ വർക്കൗട്ട് പ്ലാൻ ഡിസൈഡ് ചെയ്യണത്. അവരുടെ സ്ട്രെങ്ത് അല്ല അവരെല്ലാം ആദ്യം ഫിറ്റ്നസ് ടെസ്റ്റ് ചെയ്യും. അത് നോക്കിയ ശേഷം നമ്മൾ വർക്കൗട്ട് പ്ലാൻ ഡിസൈഡ് ചെയ്യും. നമ്മുടെ ഈ സ്റ്റെറോയിഡ് ഒക്കെ ഉപയോഗിക്കുന്നതായിട്ട് ചില വാർത്തകൾ കഴിഞ്ഞ ദിവസം ചില ജിമ്മുകളിൽ അത് തെറ്റായ ഒരു കാര്യമല്ലേ? തെറ്റായ കാര്യമാണ്. പക്ഷേ ബോഡി ബിൽഡിംഗ് സംബന്ധിച്ച് അത് ഇന്റർനാഷണൽ ലെവലിൽ അത് അങ്ങനെ കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യുന്നവർക്ക് മാത്രമേ യൂസ് ചെയ്യൂ. അല്ല ചുമ്മാ നോർമലി എല്ലാവരും മെഡിസിൻ യൂസ് ചെയ്യുന്നവരുണ്ട്. മീൻസ് ഇപ്പോൾ മിക്ക ജിമ്മിലും അങ്ങനെ ഫോഴ്സ് ചെയ്ത്, ഇവിടെ അധികമില്ല, പുറത്താണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഫോഴ്സ് ചെയ്ത് ഒരു ബ്ലഡ് ടെസ്റ്റ് പോലും ചെയ്യാതെ ചുമ്മാ മെഡിസിൻ വരെ കുത്തുന്ന ടൈപ്പാണ് പുറത്തുള്ളത്. ഇതൊക്കെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അത് ഡോക്ടർമാരുടെ അടുത്ത് സജസ്റ്റ് ചെയ്ത് വേണം മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു നല്ലൊരു ട്രെയിനറിന്റെ കീഴിൽ എപ്പോഴും അസിസ്റ്റ് ചെയ്യുക. ഏതെങ്കിലും തരത്തിലുള്ള ഇങ്ങനെയുള്ള പ്രോട്ടീൻ പൗഡറോ അങ്ങനെ സ്റ്റെറോയിഡ് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല, ഒന്നും ഉപയോഗിക്കുന്നില്ല. എത്ര ദിവസമായിട്ട് ജിമ്മിൽ വരുന്നു? ഞാൻ 2 മാസമായിട്ടുണ്ട് വരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു, അതായത് സംസ്ഥാന വ്യാപകമായിട്ട് പരിശോധന നടന്നപ്പോൾ പല ജിമ്മുകളിൽ നിന്നും ഇങ്ങനെ ഈ മോശം സാധനങ്ങൾ സ്റ്റെറോയിഡ് കലർന്ന വസ്തുക്കൾ ഈ വരുന്ന ആളുകൾക്ക് കൊടുക്കുന്നു എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. അത് തെറ്റായ ഒരു കാര്യമാണ്. തീർച്ചയായും അങ്ങനെയുള്ള ഈ ഇങ്ങനെ സ്റ്റെറോയിഡ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. തിരുവനന്തപുരത്ത് ആനാറിൽ തന്നെയുള്ള ബോഡി ടൂൺ എന്ന ജിംനേഷ്യത്തിലാണ് നമ്മൾ ഉള്ളത്. ജിമ്മിന്റെ നടത്തിപ്പുകാരൻ ജോണിച്ചേട്ടൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജോണിച്ചേട്ടാ, പണ്ട് ഞാനിവിടെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. കളിച്ചു, ഇപ്പൊ നിർത്തി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പരിശോധന ഉണ്ടായിരുന്നു. അപ്പോൾ മിക്ക ജിമ്മുകളും ഒരുപാട് ജിമ്മില് ഈ പറഞ്ഞ കണക്ക് സ്റ്റിറോയിഡിന്റെ ഉപയോഗം ഉണ്ട്. അപ്പൊ അത് ശരിയല്ല. നമ്മളിവിടെ തുടങ്ങിയിട്ട് തന്നെ ഇപ്പൊ ഈ ജിമ്മ് തുടങ്ങിയിട്ട് തന്നെ 15 വർഷമായി. നമ്മളിവിടെ മെഡിസിൻ എല്ലാം എതിരാണ്. മെഡിസിൻ ഇവിടെ ഒരു കുട്ടികളും ഉപയോഗിക്കില്ല. ഡെയിലി നമുക്കിവിടെ ഒരു 100-150 പിള്ളേർ കളിച്ചു പോകണുണ്ട്. അപ്പൊ നമ്മൾ മെഡിസിൻ എതിരാണ്. അങ്ങനെയാണ് കാര്യം. അടുത്ത നമ്മുടെ നാച്ചുറൽ ബോഡിയാണ് നമ്മളിവിടെ. നാച്ചുറൽ ആയിട്ടുള്ള പ്രോട്ടീൻ ഉണ്ടല്ലോ, ഭക്ഷണത്തിൽ നിന്ന് തന്നെ കിട്ടും. അത് കഴിക്കുക, വർക്കൗട്ട് ചെയ്യുക. അല്ലാതെ നമ്മള് വേറെ മെഡിസിൻ ഒന്നും എടുക്കാൻ പോവരുത്. ഈ ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോ തന്നെ ഈ പരിശോധനയ്ക്ക് കാരണം തന്നെ നമ്മുടെ മണക്കാട് ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായിട്ട് ആണ് ഇപ്പൊ അവരുകൊണ്ടൊന്ന് കേസ് കൊടുത്തിട്ടാണ് ഇതിപ്പോ മിക്ക ജിമ്മിനും ചെക്കപ്പും കാര്യങ്ങളും ചെക്കിംഗ് ഒക്കെ വന്നത്. പെട്ടെന്ന് ഞാനത് വിട്ടുപോയി ഒരു പ്രധാന കാര്യമാണ്. സാറിന് ഒരു ബോഡി ബിൽഡർ ആവണമെങ്കിൽ, നല്ലൊരു ബോഡി ബിൽഡർ, ഡിസ്ട്രിക്ട് ലെവലിൽ ഒരു ബോഡി ബിൽഡർ ആവണമെങ്കിൽ തന്നെ മിനിമം 5 വർഷം 2 നേരം 1.5 മണിക്കൂർ കളിച്ചാലേ ആവാൻ പറ്റത്തുള്ളൂ. ഇവർക്ക് സ്റ്റെറോയിഡും മറ്റ് ആർട്ടിഫിഷ്യൽ മെഡിസിനും കൂടി ഉപയോഗിക്കുന്നതുകൊണ്ട് 3 മുതൽ 6 മാസം കൊണ്ട് ഒരു 5 വർഷം കളിക്കുന്ന പമ്പിങ് ഇവർക്കുണ്ടാവും. ചെറുപ്പക്കാർക്കെല്ലാം പെട്ടെന്ന് ബോഡി മസിൽ പമ്പ് ചെയ്യണം. അത് ഏത് കുറുക്ക് വഴി കൂടിയാണ് അവർ നോക്കുന്നത്. അത് ടോട്ടലി നമ്മുടെ ആരോഗ്യത്തിന് ബാധിക്കും, കിഡ്നിയെ ബാധിക്കും, നമ്മുടെ ശരീരത്തിന് ബാധിക്കും, റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കുറയും. അത് പെട്ടെന്ന് ഈ സഡൻ ഡെത്തൊക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഇത് ഒഴിവാക്കണമെങ്കിൽ ഈ പറഞ്ഞ സ്റ്റെറോയിഡുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കും. തീർച്ചയായിട്ടും ഈ തരത്തിൽ തന്നെയാണ് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ധാരാളം ജിമ്മുകളുണ്ട്. അങ്ങനെ തന്നെ അവർ പ്രവർത്തിച്ചു പോകട്ടെ. എങ്ങനെയാണ്, എത്ര വർഷം കൊണ്ട് ഇവിടെ കളിക്കുന്നുണ്ട്? ഞാനിപ്പോ 4 വർഷം. കഴിഞ്ഞ ദിവസത്തെ ഈ വാർത്ത കണ്ടിരുന്നതാണല്ലോ, ഈ സ്റ്റെറോയിഡൊക്കെ ഉപയോഗിക്കുന്നത്. അത് വളരെ ദോഷമാണ് ശരീരത്തിന്. ഒരു 50 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാം നമ്മുടെ നാച്ചുറൽ ഫുഡ് കിട്ടുന്നത് എന്താണോ അത്. അതാണ് ഈ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യുന്ന, ഇവിടെ സ്ഥിരമായി എത്തുന്ന ആളുകളെല്ലാം തന്നെ പറയുന്നത് അങ്ങനെ സ്റ്റെറോയിഡിന്റെ ഉപയോഗം ആവശ്യമില്ല. നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണം മതി, അത് കഴിച്ച് കൃത്യമായി വ്യായാമം ചെയ്യുക എന്ന കാര്യമാണ്. അതുതന്നെയാണ് ഈ ആരോഗ്യവകുപ്പിന്റെ പരിശോധനയുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നതും. അരുൺ പാലോടിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. എന്തായാലും പരിശോധന തുടരുകയാണ് ആരോഗ്യവകുപ്പ് ജിമ്മുകളിലടക്കം.